നമസ്കാരം. ഏവർക്കും എല്ലാ ദിവസവും രാവിലെ 8 മണിക്കുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ RBI മോണിറ്ററി പോളിസി ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. രാവിലെ 10 മണിക്ക് തുടങ്ങുന്നു. ഏകദേശം ഒരു 10:30-ക്കുള്ളിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്ത്യ വിക്സ് ഇന്നലെ ഏകദേശം 4% ഇടിവ് രേഖപ്പെടുത്തി. മിനിഞ്ഞാന്ന് 5%, ടോട്ടലി ഒരു 9% ഇടിവ് 2 ദിവസം കൊണ്ട് തന്നെ കണ്ടു. ഇപ്പോൾ 15.08 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് നിലനിൽക്കുന്നത്. 2 മാസത്തിന് ശേഷം ഇന്ത്യ വിക്സ് ഈ ലെവലിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി. ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ റാലി ഉണ്ടാകാൻ പ്രധാനമായി സഹായിച്ചത് റിലയൻസ് ഇൻഡസ്ട്രിയിലുള്ള റാലിയും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സെക്ടറിലും റിയൽ എസ്റ്റേറ്റ് സെക്ടറിലും ഉണ്ടായ റാലി തന്നെയാണ് പ്രധാനമായി. പുതിയൊരു റിപ്പോർട്ട് വരുന്നത് പ്രകാരം ഇന്ത്യയിലെ ഉയർന്ന വാർഷിക വരുമാനം, അതായത് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ആഡംബര സൗധങ്ങളുള്ള താല്പര്യം കൂടുതൽ കാണിക്കുന്നു എന്ന് പറഞ്ഞ് ഇത് തന്നെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലുള്ള ലക്ഷറീസ് സെഗ്മെന്റുകളുടെ വളർച്ചയ്ക്ക് കാരണമാകാം. ഇതുകൊണ്ട് തന്നെ ഇന്നലെ ശോഭയും DLFും തിളങ്ങുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. ഇന്നലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഒരു റേറ്റ് കട്ട് വന്നു. ഇത് 8ാമത്തെ തവണയാണ് തുടർച്ചയായി റേറ്റ് കട്ട് നടപ്പിലാക്കുന്നത്. 25 ബേസിസ് പോയിന്റ് ആണ് കട്ട് ചെയ്തത്. ഇന്നലെ US-ൽ ടെസ്ല 9% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എലോൺ മസ്ക് തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. ഇതിനെ തുടർന്നാണ് ഇന്നലെ സ്റ്റോക്കിൽ ഒരു ഇടിവ് കാണുവാൻ ഇടയായത്. ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 208.47 കോടി രൂപയ്ക്ക് സെല്ലാണ് നമ്മുടെ മാർക്കറ്റിൽ നടത്തിയത്. 2352.40 കോടിക്ക് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ ബൈ നടത്തി. ഇനി ഇന്നത്തെ ട്രേഡിംഗിലേക്ക് വന്നു കഴിയുമ്പോൾ നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഒരു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കാം നമ്മുടെ മാർക്കറ്റിന് ലഭിക്കുന്നത്. ഇനി ഇന്ന് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ 24,500 എന്ന ലെവൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നിടത്തോളം മുകളിലേക്കുള്ള യാത്രയിൽ 24,900 എന്ന റേഞ്ചിൽ നിഫ്റ്റി തീർച്ചയായിട്ടും റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. കഴിഞ്ഞാൽ 25,000 എന്ന ലെവലിൽ. ഇന്നലത്തെ റാലി മൂലം നിഫ്റ്റിക്ക് അതിന്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജസിന്റെ മുകളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിച്ചു. നിഫ്റ്റിയിൽ നിലവിൽ കാണുന്ന ട്രെൻഡ്, നിഫ്റ്റി മുകളിലേക്ക് പോകാൻ കുതിക്കുന്നു. പക്ഷേ എപ്പോഴൊക്കെ കുതിക്കുന്നു അവിടെ വെച്ചിട്ടുള്ളൊരു സെല്ലിംഗ് പ്രഷർ മുകളിൽ നിന്ന് അനുഭവപ്പെടുന്നുണ്ട്. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം നിഫ്റ്റിയിൽ 25,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ കോൾ സൈഡിലേക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. പുട്ട് സൈഡിലേക്ക് 24,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഇൻഡിസിഷൻ ആണ് 3-4 ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും RBI മോണിറ്ററി പോളിസിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണെന്ന് നമുക്ക് അനുമാനിക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. പുട്ട് സൈഡിലേക്ക് 56,000 എന്ന സ്ട്രൈക്കിൽ. ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇന്നലെ US മാർക്കറ്റ് നെഗറ്റീവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. യൂറോപ്യൻ മാർക്കറ്റ്സ് ഇന്നലെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റ്സ് ഒക്കെ പോസിറ്റീവ് സെന്റിമെന്റ്സിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊമോഡിറ്റിയിൽ ബ്രന്റ് ക്രൂഡും ക്രൂഡ് ഓയിലും ഇടിവ് രേഖപ്പെടുത്തി. തത്സമയം ഗോൾഡിൽ ഒരു ചെറിയ പോസിറ്റീവ്നെസ് കാണുന്നുണ്ട്. ഇന്ത്യൻ രൂപ 11 പൈസയുടെ നേട്ടം കൈവരിച്ച് അമേരിക്കൻ ഡോളറിനെതിരെ 85.79 എന്ന ലെവലിൽ ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ നോക്കാം. ഭാരത് ഇലക്ട്രോണിക്സ് മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിൽ നിന്നും 2,323 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഹിന്ദുസ്ഥാൻ സിങ്ക് ഇന്നലെ സിൽവർ ഫ്രഷ് ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. 1.04 ലക്ഷം പെർ kg എന്ന റേറ്റിലാണ് സിൽവർ എത്തി നിൽക്കുന്നത്. തൽഫലമായി തന്നെ ഇന്നലെ സ്റ്റോക്കിൽ ഒരു 6% റാലി കാണുവാൻ സാധിച്ചു. ബജാജ് ഫിൻസർവ് കമ്പനിയുടെ പ്രൊമോട്ടർ 1.6% മൂല്യം വരുന്ന സ്റ്റേക്കുകൾ ബ്ലോക്ക് ഡീൽ വഴി വിറ്റഴിക്കുക എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്.
സോം ഡിസ്റ്റിലറീസ് പ്രൊമോട്ടർ കമ്പനിയിലുള്ള സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു. രാമ സ്റ്റീൽ ട്യൂബ്സ് കമ്പനി റിന്യൂവബിൾ എനർജി സെക്ടറിലേക്ക് കടന്നു വന്നു. തൽഫലമായി തന്നെ ഒരു 18% റാലി സ്റ്റോക്കിൽ കാണുവാനായി സാധിച്ചു. റെയിൽടെൽ 274 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ മഹാരാഷ്ട്ര MVDയിൽ നിന്നും ലഭിക്കുകയുണ്ടായി. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് LIC സ്റ്റേക്ക് 8.21% ഉയർത്തി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.